നമസ്കാരം. കുറുമാത്തൂരിൽ കുട്ടിയെ കിണറ്റിലറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മാതാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുറുമാത്തൂരിലെ ജാബിർ മുഷബീറ ദമ്പതികളുടെ മകൻ ആമിഷ് അലനാണ് കൊല്ലപ്പെട്ടത്. മുബഷീറ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. യുവതിയെ ഉടൻ കോടതിയിൽ ഹാജരാക്കിയേക്കും. പോസ്റ്റ്മോർട്ടമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ദമ്പതികളുടെ മൂന്നാമത്തെ കുട്ടിയാണിത്. 3 മാസം മാത്രമേ കുഞ്ഞിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. തളിപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇത്തരത്തിൽ കുറ്റം യുവതി സംബന്ധിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെയോടെയായിരുന്നു ഈ ഒരു സംഭവം. യുവതിയുടെ ബഹളം കേട്ട് ഓടിയെത്തിയ പൊതുപ്രവർത്തകൻ നാജ് അബ്ദുറഹ്മാൻ, സുഹൃത്തുക്കളായ ഷംഷാദ്, നാസർ എന്നിവർ കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് ഉടൻ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുളിമുറിയോട് ചേർന്നാണ് ഈ കിണറുള്ളത്. കുളിപ്പിക്കുന്നതിനിടെ കുഞ്ഞ് കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കിണറിലേക്ക് വീണു എന്നായിരുന്നു യുവതി ആദ്യം പറഞ്ഞിരുന്നത്. ആൾമറയും ഇരുമ്പ് കമ്പി കൊണ്ടുള്ള അടുപ്പമുള്ള കിണറിലേക്ക് ഇത്തരത്തിൽ കുഞ്ഞു വീഴുവാനുള്ള സാധ്യത കുറവാണെന്നും ആരെങ്കിലും കിണറ്റിൽ എറിഞ്ഞതാകാമെന്നും ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് സംശയിച്ചതാണ്. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് മുബഷീറയും ബന്ധുക്കളെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ഒടുവിലാണ് യുവതി കുറ്റം സമ്മതിച്ചത്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഗുരുതരമായ ഒരു അവസ്ഥയാണ്. പ്രസവം കഴിഞ്ഞ് 4 ആഴ്ചകൾക്കുള്ളിൽ തുടങ്ങുന്ന ഈ വിഷാദ രോഗത്തെ ഗൗരവമായി തന്നെ ചികിത്സിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പ്രസവത്തിന് തൊട്ട് പിന്നാലെയോ അല്ലെങ്കിൽ ഗർഭധാരണത്തിൽ ഇരിക്കുന്ന സമയത്തോ ഉണ്ടായിരുന്ന രോഗത്തിന്റെ തുടർച്ചയായോ സംഭവിച്ചേക്കാമെന്നാണ് WHO പറയുന്നത്. പ്രസവത്തിന് പിന്നാലെ ഹോർമോണുകളിൽ സംഭവിക്കുന്ന മാറ്റവും വൈകാരികമായ പ്രശ്നങ്ങളും ഈ രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. കുഞ്ഞിനെ സംബന്ധിച്ച ആവലാതികളും മറ്റും കൂടുതൽ സങ്കീർണതകളിലേക്ക് അമ്മയെ നയിക്കുന്നു. ചുറ്റുമുള്ളവർ ഇത് തീരെ തിരിച്ചറിയുന്നില്ല എന്നതാണ് വസ്തുത. കുഞ്ഞിനെ പ്രസവിക്കുവാനും വളർത്തുവാനും ഒക്കെ പെൺകുട്ടികൾ പരിപൂർണമായും പാകപ്പെട്ടു. അതായത് മാനസികമായും ശാരീരികമായും തയ്യാറെടുപ്പുകൾ ഇതിന് ആവശ്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം ഇതിലേക്ക് കടക്കാൻ. ഒരിക്കലും അത് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കരുത്. അപ്രതീക്ഷിതമായി ഗർഭധാരണം സംഭവിച്ചാൽ സമ്മർദ്ദത്താൽ അത് തുടരേണ്ടി വരികയും വരുത്. പ്രിയപ്പെട്ടവരുടെ പിന്തുണയാണ് ഇക്കാര്യത്തിൽ പ്രധാനം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവരുടെ അടുത്തുള്ളവർ മനസ്സിലാക്കി അവരെ കൂടെ നിർത്താൻ അത്യാവശ്യമാണ്. ഇത്തരം വിഷാദ രോഗങ്ങൾക്ക് ഇരയാകുന്നവരോടൊപ്പം എല്ലാ അർത്ഥത്തിലും നിലകൊള്ളുക. ഭർത്താവും അടുത്ത ബന്ധുക്കളുമാണ് ഇതിൽ കൂടുതൽ കരുതൽ കാട്ടേണ്ടത്. പ്രസവാനന്തരം സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിലുള്ള പലരും തിരിച്ചറിയുന്നില്ല എന്നതും സങ്കടകരമാണ്. മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ അമ്മയ്ക്കും രണ്ടാം അച്ഛനും 180 വർഷം കഠിന തടവും 11,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ യുവതിക്കും പാലക്കാട് സ്വദേശിയായ യുവാവിനുമെതിരെയാണ് ശിക്ഷ വിധിച്ചത്. മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടേതാണ് വിധി. 2019 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 2019 മുതൽ 2021 വരെ 2 വർഷം പെൺകുട്ടി കടുത്ത പീഡനത്തിനിരയായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു, മദ്യം നൽകിയും പീഡിപ്പിച്ചു, നഗ്നത പ്രദർശിപ്പിച്ചു തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 2019 തിരുവനന്തപുരം സ്വദേശിയായ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാട് ചെർപ്പളശ്ശേരി സ്വദേശിയായ യുവാവിനൊപ്പം പോയത്. പിന്നീട് പാലക്കാട് നിന്ന് മലപ്പുറത്തെത്തി വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചു. സ്ത്രീയുടെ ആദ്യ ഭർത്താവിനുണ്ടായ മകളെയാണ് യുവാവ് 2 വർഷം ക്രൂരമായ പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയാണ് പീഡനത്തിരയാക്കിയിരുന്നത്. ഈ കുട്ടിയെ കാണുവാനായി സ്വന്തം അച്ഛൻ എത്തിയപ്പോൾ ഈ രണ്ടാം അച്ഛനും അമ്മയും കാണുവാൻ സമ്മതിച്ചിരുന്നില്ല. തുടർന്ന് ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും നാട്ടുകാർ ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. കുട്ടിയെ മർദ്ദിക്കാറുണ്ടെന്നും ഭക്ഷണം പോലും നൽകാറില്ലെന്നും നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് മുത്തച്ഛൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുട്ടി കൗൺസിലിംഗ് നടത്തിയപ്പോൾ തന്റെ തലയിൽ ക്യാമറ വച്ചിട്ടുണ്ടോ എന്ന് കുട്ടി ചോദിച്ചു. അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് തലയിൽ ക്യാമറ വച്ചിട്ടുണ്ടെന്നും പീഡനം പുറത്തു പറഞ്ഞാൽ എല്ലാ വിവരങ്ങളും പുറത്താകുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചിരുന്നതെന്നും കുട്ടി വെളിപ്പെടുത്തിയത്.